അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനവും. ഇത് ലൂക്ക 2:14. ഈശോയുടെ മനുഷ്യ അവതാരത്തിന്റെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ തിരുവചനം തുറന്നു കാട്ടുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം നൽകുക, ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം പകരുക. ദൈവത്തിലേക്ക് വിരിയുകയും മനുഷ്യന്റെ ഇടയിലേക്ക് സമാധാനമായി പടരുകയും ചെയ്യുക. സമാധാനം ഒന്നാമതായി സൃഷ്ടിക്കേണ്ടത് മാനവ ഹൃദയത്തിൽ തന്നെയാണ്. അത് വിശ്വാസികൾ ഒരിക്കൽ കൂടി ഓർക്കണം. ഏത് യുദ്ധവും കലാപവും ആദ്യം മനുഷ്യ ഹൃദയത്തിലാണല്ലോ ആരംഭം കുറിക്കുന്നത്. മനുഷ്യ ഹൃദയം സമാധാനപൂർവമായാലേ സമൂഹവും സമാധാനപൂർവമാകുകയുള്ളൂ. ഭൂമിയിൽ ദൈവമഹത്വം അംഗീകരിക്കുമ്പോൾ നാം സമാധാനത്തിൽ വളരുകയാണ്. അത്തരമൊരു അവസ്ഥയാണോ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ? മറ്റു രൂപതകളും ഇതേ മാതൃകയിൽ തല തിരിയുമോ എങ്കിൽ സഭയുടെ അവസ്ഥ എന്താകും? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സഭ നന്നാകണമെങ്കിൽ വിശ്വാസികൾ നന്നാകണം, അവർ അനുസരണയുള്ളവരാകണം. വിശ്വാസികൾ നന്നാകണമെങ്കിൽ വൈദികർ, മെത്രാന്മാർ നല്ലവരാകണം, അനുസരണയുള്ളവരാകണം, നല്ലത് ചിന്തിക്കണം, സമാധാനം സൃഷ്ടിക്കുന്നവരാകണം, അവരുടെ ഹൃദയം സമാധാനപൂർണ്ണമാകണം. എന്നാൽ മാത്രമേ സഭ ഒന്നടങ്കം സന്തോഷപൂർവ്വമാകുകയുള്ളൂ. സഭ നന്നാകണമെങ്കിൽ അങ്ങനെ വിശ്വാസികളെക്കാൾ വിചാരിക്കേണ്ടത് മെത്രാന്മാരാണ് എന്ന് പുരോഹിതർ തന്നെയാണെന്ന് ഇപ്പോൾ വ്യക്തം. ഇവിടെ നടക്കുന്നതാണോ? മാർ പാമ്പ്ലാനിയുടേത് കടുത്ത അനീതികളാണ് ഇപ്പോൾ നടക്കുന്നത്. അക്കമിട്ട് തിരുത്തിനപ്പുറമുണ്ട് ഈ അനീതികൾ. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ സിസ്റ്റർ ലൂസി കളപ്പുരയെ പുറത്താക്കിയ അതേ സഭ പരിശുദ്ധ കുർബാനയെ നിരന്തരമായി അവഹേളിക്കുകയും മാർപ്പാപ്പയ്ക്കും സഭ നേതൃത്വത്തിനുമെതിരെ നിരന്തരം തെരുവ് സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത വിമത വൈദികരെ ശിക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഉന്നത സ്ഥാനങ്ങളിൽ, കൗൺസിലുകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കാരണം വിമത വൈദികർക്ക് സംഘടനാ ബലവും ഗുണ്ടായുസവും ഉണ്ട്. വൈദികർക്കും പേടിയണവർ. കത്തോലിക്ക സഭ ഉൾപ്പെടെ എല്ലാ ശ്ലൈഹിക സഭകളും ഏറ്റവും പ്രധാനമായി കരുതുന്നത് പരിശുദ്ധ കുർബാനയാണ്, മറ്റൊന്നിനെയുമല്ല. വൈദികരുടെ നേതൃത്വത്തിലുള്ള ഒരേ അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് റിലേ സമര കുർബാന നടത്തുകയും കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വൈദികന് നേരെ വധശ്രമം നടത്തുകയും ബലിപീഠം തട്ടിമറിക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഇതുവരെയില്ല. കാരണം വിമതരുടെ ഗുണ്ടായുസത്തെ സഭാ നേതൃത്വം എന്ന് വിളിക്കപ്പെടുന്നവർ ഭയക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ മാർപ്പാപ്പ 3 പ്രാവശ്യം നേരിട്ട് കത്തയച്ചു, വീഡിയോ സന്ദേശം പിന്നെ നൽകി. അങ്ങനെ കൽപ്പിച്ച കുർബാന ഏകീകരണം വിമത വൈദികർക്ക് വേണ്ടി സഭാ നേതൃത്വം എന്ന് വിളിക്കപ്പെടുന്നവർ പൊളിച്ചടുക്കി. കാരണം മാർപ്പാപ്പയ്ക്ക് ഗുണ്ടായുസം ഇല്ല. പക്ഷേ എറണാകുളം വിമത വൈദികർക്ക് ഇതേ ഗുണ്ടായുസത്തിന്റെ അസുഖമുണ്ട്. മാർപ്പാപ്പയും കത്തോലിക്ക സഭയും അനുസരിക്കുന്ന ഉന്നതരായ വൈദികരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി അവിടെ വിമത വൈദികരെ നിയമിക്കുകയും ചെയ്തു. കാരണം ഉത്തമ വൈദികർക്ക് ഗുണ്ടായുസമില്ല, ചോദിക്കാനും പറയാനും അവർക്ക് കാര്യമില്ല. കത്തോലിക്ക വിശ്വാസവും മാർപ്പാപ്പയുടെ പരമാധികാരവും സംരക്ഷിക്കാനും വേണ്ടി സഭാവിശ്വാസികൾ ബസേലിക്കയിൽ സഹന സമരം തുടർന്നിട്ടും ആരും ചർച്ചയ്ക്ക് പോകുന്നില്ല. ആർക്കും അവരെ വേണ്ട. എന്നാൽ വിമതർ സമരം നടത്തുമ്പോൾ ഇവിടെ എരിപിരി കൊള്ളും പിതാക്കന്മാർ. ചർച്ചാ നാടകങ്ങളുടെയും ഒത്തുതീർപ്പ് ശ്രമങ്ങളുടെയും പ്രളയമാണ് പിന്നെ. കാരണം സഭാപക്ഷക്കാർക്ക് ഗുണ്ടായുസമില്ല, വിമതപക്ഷക്കാർക്ക് ഗുണ്ടായുസമുണ്ട്. അപ്പോൾ അവരെ പേടിക്കണം. പാമ്പ്ലാനി ഉണ്ടാക്കിയ സമവായ പ്രകാരം സഭാവിശ്വാസികൾക്ക് ആഴ്ചയിൽ ഒരു കുർബാനയും വിഘടനവാദികൾക്ക് ബാക്കി മുഴുവൻ കുർബാനകളും. സഭാവിശ്വാസികളുടെ കുർബാന ഞായറാഴ്ച നട്ടുച്ചയ്ക്ക്. കാരണം സഭാവിശ്വാസികൾക്ക് ഗുണ്ടായുസമില്ല, ആരും ചോദിക്കാനും പറയാനുമില്ല. സീറോ മലബാർ സഭയിൽ നടക്കുന്നത് കയ്യൂക്ക് ഉള്ളവന് കാര്യം കാണുന്ന ഭരണമാണ്. നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്ത ഇവിടെ കൈക്കരുത്തിലൂടെയും ഗുണ്ടായുസത്തിലൂടെയുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കയ്യൂക്കാണ് ശരി എന്നത് കാട്ടിലെ നിയമമാണ്. കയ്യൂക്ക് ഭരണം പ്രാകൃത സംവിധാനമാണ്, സഭയുടേതല്ല, വൈദികരുടേതല്ല, പുരോഹിതരുടേതല്ല. നിങ്ങളുടെ സംസ്കാരം വളരുന്നതനുസരിച്ച് നിയമ സംവിധാനങ്ങളും നിയമവാഴ്ചകളും ഒക്കെ രൂപം കൊള്ളുമെന്നാണ് പൂർവികർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേ പൂർവികർ ഉണ്ടാക്കി വെച്ച അൾത്താരാഭിമുഖ കുർബാന, സഭയിലെ അനുസരണം, സഭയിലെ രീതികൾ, ആരാധനാക്രമങ്ങൾ, ഇതൊക്കെ എങ്ങനെ അട്ടിമറിക്കാൻ, മാറ്റിമറിക്കാനല്ല, എങ്ങനെ അട്ടിമറിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു സിനഡിലെ മെത്രാന്മാരെ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ്. എന്തുകൊണ്ട് തോന്നുന്നു, എങ്ങനെ തോന്നുന്നു? കാരണം നിങ്ങൾ വന്ന വഴി, നിങ്ങൾ ഡീക്കന്മാരായി, നിങ്ങൾ പട്ടമെടുത്ത്, നിങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ പരിശുദ്ധ വൈദികരായി അനുസരണമുള്ളവരെ കഴിഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ എങ്ങനെ ഇങ്ങനെ തലതിരിഞ്ഞു പോയി എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. കാരണം വിശ്വാസികൾക്ക് ഗുണ്ടായുസമില്ല.
സഭാവിശ്വാസികളായ വൈദികർക്ക് ഗുണ്ടായിസമില്ല. പിന്നെ ഉള്ളത് നിങ്ങൾ വിമതർക്ക് മാത്രമാണ്. നിങ്ങൾ വിമത വൈദികർക്ക് മാത്രമാണ്. നിങ്ങളെ സിനഡ് സഭാ നേതൃത്വം നിങ്ങളെ ആവോളം നിങ്ങളെ വളർത്തി പന പോലെ വലുതാക്കി ആൽമരം പോലെ വിശാലമായി നിങ്ങൾക്ക് തണലുകൾ നൽകി അവർ നിങ്ങളെ സംരക്ഷിക്കുകയാണ്. അതോ വിമതർ വൈദികരെ സംരക്ഷിക്കുകയാണോ? അതാണ് ഇവിടെ സംശയം. വൈദികരാണോ, ഈ മെത്രാന്മാരാണോ വിമതരെ സംരക്ഷിക്കുന്നത്, അതോ ചില ഘട്ടങ്ങളിൽ വിമതരാണോ തങ്ങളുടെ ഗുണ്ടായുസത്തിലൂടെ മെത്രാന്മാരുടെ എല്ലാ തോന്നിയാവസ്ഥയും കൂട്ടു നിൽക്കുന്നത്? എന്തായാലും ഇതിനൊക്കെയുള്ള ഉത്തരം വിശ്വാസികൾക്ക് അറിയുകയേ വേണ്ട. പക്ഷേ ഒന്നറിയണം, സെന്റ് മേരീസ് ബസിലിക്കയിലടക്കം അങ്കമാലി എറണാകുളം അതിരൂപതയിലെ വിവിധ ഇടവകളിലടക്കം മനസമാധാനമായി ഞായറാഴ്ച കുർബാന കൊള്ളാനെങ്കിലും നിങ്ങൾ വിശ്വാസികളെ അനുവദിക്കുമോ എന്നാണ് അറിയേണ്ടത്.